നമസ്കാരം. രക്തബന്ധങ്ങൾ എപ്പോഴും സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിവുകൾ നടന്നത് അപരിചിതരാലല്ല, മറിച്ച് സ്വന്തമെന്ന് നാം വിശ്വസിച്ചവരിലൂടെയാണ്. സ്നേഹത്തിന്റെ പുഞ്ചിരിയോടെ നിങ്ങളെ വിരുന്നിന് വിളിക്കുന്ന ബന്ധുക്കളുടെ കൈകളിൽ ചിലപ്പോൾ നിങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങളുണ്ടാകാം. ഭാരതീയ ചിന്തയുടെ ആചാര്യനായ ചാണക്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്: തഥാന വിശ്വസേൻ മിത്രം, മിത്രം ചാപിന വിശ്വസേത്. അതായത്, അമിതമായി ആരെയും വിശ്വസിക്കരുത്. വിശ്വസ്തനെന്ന് നിങ്ങൾ കരുതുന്ന സുഹൃത്തോ ബന്ധുവോ പോലും നിങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം. ക്ഷണിക്കപ്പെടാത്ത ഇടങ്ങളിൽ പോകുന്നത് അഹങ്കാരമാണെങ്കിൽ, വിളിച്ചിട്ടും പോകാൻ പാടില്ലാത്ത ചില ഇടങ്ങളിൽ പോകുന്നത് ആത്മഹത്യാപരമാണ്. നിങ്ങളുടെ ആത്മഗൗരവത്തെ കശാപ്പു ചെയ്യുന്ന, നിങ്ങളുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്ന ആ 7 നിഗൂഢ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. സ്വന്തം കുടുംബക്കാർ വിളിച്ചാൽ പോലും നിങ്ങളവിടെ ചെന്നുപെടരുത്. എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ ഇത്ര അപകടകരമാകുന്നത്? നമ്മുടെ പുരാതന നീതിശാസ്ത്രങ്ങൾ ഇതിനെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1. ആദരവില്ലാത്ത ഇടങ്ങൾ. വേർ റെസ്പെക്റ്റ് ഇസ് മിസ്സിംഗ്. നിങ്ങളുടെ സാന്നിധ്യം അവിടെയുള്ളവർക്കൊരു ഭാരമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അവിടെ വിരുന്നുകാരനായി പോകുന്നതിലും നല്ലത് സ്വന്തം വീട്ടിലെ പട്ടിണിയാണ്. ചാണക്യൻ പറയുന്നു, യസ്മിൻ ദേശേന സമ്മാനോ. എവിടെയാണോ നിങ്ങൾക്ക് ആദരവ് ലഭിക്കാത്തത്, എവിടെയാണോ നിങ്ങൾക്ക് ജീവനോപാധിയില്ലാത്തത്, അവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ മുഖം തിരിക്കുന്നവരും സംസാരിക്കാൻ മടിക്കുന്നവരുമുള്ള ഇടങ്ങളിൽ നിങ്ങളുടെ ആത്മഗൗരവം പണയപ്പെടുത്തരുത്. ബന്ധുവാണെന്ന് കരുതി അവിടെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുകയുള്ളൂ. വിളിച്ചതുകൊണ്ട് മാത്രം എവിടെയും ഓടിയെത്തരുത്. ചായക്കോപ്പയിലെ മധുരത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ അന്തസ്സ്. ബഹുമാനിക്കാത്ത ഇടങ്ങളിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ അപമാനിക്കുകയാണ്. സ്നേഹമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് മൗനമാണ്. അതുകൊണ്ട് ആദരവില്ലാത്ത പടിവാതിൽ കടക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം അവർ അർഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുക. 2. അധർമ്മം നടക്കുന്ന ഇടങ്ങൾ. പ്ലേസസ് ഓഫ് അധർമ്മ. നിങ്ങളെ വിളിക്കുന്നതൊരാഘോഷത്തിനാകാം, എന്നാൽ അവിടെ നടക്കുന്നത് അധർമ്മമാണെങ്കിൽ അവിടേക്ക് പോകരുത്. മറ്റുള്ളവരെ പരിഹസിക്കലും ചീത്തവിളിയുമാണ് അവിടുത്തെ പ്രധാന വിനോദമെങ്കിൽ നിങ്ങളുടെ സംസ്കാരം അവിടെ ചോദ്യം ചെയ്യപ്പെടും. മഹാഭാരതത്തിൽ വിതുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞതുപോലെ, പാപികൾക്കൊപ്പം ഇരിക്കുന്നത് പാപത്തേക്കാൾ വലിയ ശിക്ഷയാണ്. മദ്യപാനമോ ജൂതാടമോ അനാവശ്യമായ പരദൂഷണമോ നടക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ ഭാഗമാകാതിരിക്കുക. ഇത്തരം സ്ഥലങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെപ്പോലും വിഷലിപ്തമാക്കും. ധാർമ്മികതയില്ലാത്ത ഒത്തുചേരലുകൾ നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും. ബന്ധുക്കളാണല്ലോ എന്നു കരുതി ഇത്തരം പ്രവൃത്തികൾക്ക് മൂകസാക്ഷിയാകുന്നത് ശരിയല്ല. നന്മയും സത്യവും പുലരാത്ത ഇടങ്ങൾ വിവേകികൾ എപ്പോഴും വർജിക്കാറുണ്ട്. അധർമ്മത്തിന് കുടപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. അവിടെ പോകാതിരിക്കുന്നത് നിങ്ങളുടെ ധാർമ്മിക വിജയമാണ്. 3. അസൂയയുടെ പുകമറയുള്ള വീടുകൾ. ദ ഡെൻ ഓഫ് എൻവി. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്ത, നിങ്ങളെ തരം താഴ്ത്താൻ തക്കം പാർത്തിരിക്കുന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണ്. ഇത്തരം ആളുകൾ നിങ്ങളെ വിളിക്കുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കാനാണ്. നിങ്ങളുടെ ഓരോ വാക്കിലും അവർ കുറ്റങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ വിജയങ്ങളെ അവർ പുച്ഛത്തോടെ കാണും. അവരുടെ കണ്ണുകളിലെ അസൂയ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കും. മുൻപിൽ ചിരിക്കുകയും പിന്നിൽ കുത്തുകയും ചെയ്യുന്ന ഇത്തരക്കാരെ തിരിച്ചറിയുക. അസൂയയുള്ളവർക്കിടയിൽ നിങ്ങൾ എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അവരുമായുള്ള സമ്പർക്കം നിങ്ങളിൽ അപകർഷതാബോധം വളർത്താനേ സഹായിക്കൂ. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, പാമ്പിനേക്കാൾ വിഷമുള്ളത് ദുഷ്ടരായ മനുഷ്യർക്കാണ്. അസൂയയുടെ വിഷമുള്ള മനുഷ്യരുടെ ഇടത്തേക്ക് ക്ഷണം സ്വീകരിച്ചു പോകുന്നത് ബുദ്ധിശൂന്യതയാണ്. നിങ്ങളുടെ സന്തോഷം കെടുത്തിക്കളയുന്ന അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. 4. സമാധാനം കെടുത്തുന്ന തർക്കഭൂമികൾ. സോൺസ് ഓഫ് കോൺസ്റ്റന്റ് കോൺഫ്ലിക്റ്റ്. ചില വീടുകളിൽ കയറിച്ചെന്നാൽ നെഗറ്റീവ് എനർജി മാത്രമായിരിക്കും അനുഭവപ്പെടുക. എപ്പോഴും വഴക്കും കലഹവും അപശബ്ദങ്ങളും നിറഞ്ഞ അവിടുത്തെ അന്തരീക്ഷം നിങ്ങളുടെ മാനസിക നിലയെ ബാധിക്കും. ബന്ധത്വത്തിന്റെ പേരിൽ അവിടെ പോയി നിങ്ങളുടെ സമാധാനം പണയപ്പെടുത്തരുത്. തർക്കങ്ങൾക്കിടയിൽ നിങ്ങൾ നിസ്സഹായനാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ നിർബന്ധിതനാകുകയോ ചെയ്യും. സമാധാനമില്ലാത്ത സ്ഥലത്ത് ലക്ഷ്മീദേവി വസിക്കില്ല എന്നാണ് ഭാരതീയ വിശ്വാസം. മനസ്സിനെ ശാന്തമാക്കുന്നതിനു പകരം സംഘർഷം തരുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. വാക്കേറ്റങ്ങളും കുത്തുവാക്കുകളും നിങ്ങളുടെ ക്രിയാത്മകതയെ നശിപ്പിക്കും. സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്.
ആ സമ്പത്ത് നഷ്ടപ്പെടുത്താൻ മാത്രം വിലയുള്ള ഒരു ബന്ധവും ഈ ഭൂമിയിലില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോയി സ്വയം തലവേദന ഇറന്നു വാങ്ങരുത്. സമാധാനമുള്ള ഇടങ്ങൾ തേടിപ്പോകുക. കലഹങ്ങൾ ഒഴിവാക്കുക. 5. സ്വാർത്ഥതയുടെ ചാണക്യതന്ത്രങ്ങൾ. നിങ്ങൾക്ക് പണവും സ്വാധീനവും ഉള്ളപ്പോൾ മാത്രം നിങ്ങളെ സ്മരിക്കുന്ന ബന്ധുക്കളെ സൂക്ഷിക്കുക. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം നിങ്ങളെ വിളിക്കുന്ന ഇടങ്ങളിൽ പോകാതിരിക്കുക. അവശ്യഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാത്തവർ സ്വന്തം ലാഭത്തിനായി നിങ്ങളെ ഉപയോഗിക്കും. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ആവശ്യം കഴിയുമ്പോൾ ബന്ധങ്ങൾ മറക്കുന്നവർ അപകടകാരികളാണ്. ഇവരുടെ ക്ഷണത്തിനു പിന്നിൽ എപ്പോഴും ഒരു ഗൂഢലക്ഷ്യമുണ്ടാകും. സ്വാർത്ഥത നിറഞ്ഞ മനസ്സുള്ളവർക്ക് നിങ്ങളൊരു ഉപകരണം മാത്രമാണ്. സ്നേഹത്തിനു പകരം ലാഭം മാത്രം നോക്കുന്നവർ നിങ്ങളുടെ വില മനസ്സിലാക്കില്ല. ആവശ്യം കഴിഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പുവയ്ക്കാത്തവരോട് അടുപ്പം കാണിക്കരുത്. അത്തരം ആളുകളുടെ വീട്ടിലെ വിരുന്ന് നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. നിങ്ങളുടെ കഴിവിനെയോ പദവിയെയോ മാത്രം സ്നേഹിക്കുന്നവർ യഥാർത്ഥ ബന്ധുക്കളല്ല. അത്തരം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുക. 6. നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഇടങ്ങൾ. ചില ബന്ധുക്കൾ നിങ്ങളെ വിളിക്കുന്നത് അവരുടെ മോശമായ പ്രവൃത്തികൾക്ക് സാക്ഷിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കരുവാക്കി മറ്റൊരു ലാഭം കൊയ്യാനോ ആകാം. കാര്യങ്ങൾ വ്യക്തമല്ലാത്ത നിഗൂഢതകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് ക്ഷണം ലഭിച്ചാൽ വിനയപൂർവ്വം നിരസിക്കുക. വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളാകാമിവ. നിങ്ങളെ ചതിയിൽപ്പെടുത്താനോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. പഴയകാല നീതിശാസ്ത്രങ്ങൾ പറയുന്നത് അപരിചിതമായ സാഹചര്യം സുഹൃത്തിൻ്റേതായാൽ പോലും ജാഗ്രത വേണം എന്നാണ്. സംശയകരമായ ഇടപാടുകൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഓടിയകലുക. നിങ്ങളുടെ നിഷ്കളങ്കതയെ അവർ ചൂഷണം ചെയ്തേക്കാം. വ്യക്തമായ ബോധ്യമില്ലാതെ ഒരു പടിവാതിലും കടക്കരുത്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും ഗൂഢാലോചന നടത്തുന്നവരും നിങ്ങളുടെ ജീവിതം തകർത്തേക്കാം. ബുദ്ധിമാൻ അപകടത്തെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളോട് നോ പറയാൻ ശീലിക്കുക. അവസാനമായി, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത ഇടങ്ങൾ. നിങ്ങളവിടെ ചെന്നാലും ഇല്ലെങ്കിലും ആർക്കും ഒരു മാറ്റവുമില്ലാത്ത, എന്നാൽ ഒരു ചടങ്ങെന്ന നിലയിൽ മാത്രം നിങ്ങളെ വിളിക്കുന്ന ഇടങ്ങൾ ഒഴിവാക്കുക. അവിടെ നിങ്ങളുടെ സാന്നിധ്യം വെറും കാഴ്ചക്കാരൻ്റേതു മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ വികാരങ്ങൾക്കോ അവിടെ വിലയുണ്ടാകില്ല. ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി നിങ്ങളുടെ വില കളയരുത്. നിങ്ങളെ ഒരു വ്യക്തിയായി കാണാത്തവരോട് ബന്ധം പുലർത്തുന്നത് വ്യർത്ഥമാണ്. ഭാരതീയ ചിന്താനുസരിച്ച് ഓരോ മനുഷ്യനും ഈശ്വരന്റെ അംശമാണ്. അതുകൊണ്ടുതന്നെ ബഹുമാനമർഹിക്കുന്നു. ആ ബഹുമാനം നൽകാത്തവരുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കേണ്ടതില്ല. നിങ്ങളെ വിലമതിക്കുന്നവർ നിങ്ങളെ തേടിവരും. അല്ലാത്തവർക്കായി സമയം പാഴാക്കുന്നത് സ്വന്തം ജീവിതത്തോടുള്ള അനാദരവാണ്. മൂല്യം നൽകാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ആത്മവിശ്വാസത്തിന് നല്ലത്. സുഹൃത്തുക്കളെ, ബന്ധങ്ങൾ അമൂല്യമാണ്, സംശയമില്ല. എന്നാൽ സ്വന്തം വ്യക്തിത്വവും ആത്മവിശ്വാസവും ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ധവും നിലനിർത്തേണ്ടതില്ല. ഭാരതീയ ചിന്താധാരപ്രകാരം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം അവന്റെ ആത്മബോധമാണ്. ചാണക്യൻ പഠിപ്പിച്ചതുപോലെ വിവേകമുള്ളൊരു വ്യക്തി തന്റെ ശത്രുവിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് വഞ്ചകനായ ബന്ധുവിനെയാണ്. നിങ്ങളെ ഉൾക്കൊള്ളാത്ത, നിങ്ങളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് യഥാർത്ഥ വിവേകം. നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളയാൻ ആരെയും അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങൾ എവിടെ പോകുന്നു എന്നതു മാത്രമല്ല, എവിടെ പോകുന്നില്ല എന്നതും നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണയിക്കുന്നു. അന്തസ്സോടെയും ആത്മഗൗരവത്തോടെയും ജീവിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. നന്ദി.